ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല, നോമ്പെല്ലാം എങ്ങനെ? അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ ഇതൊന്നുമല്ല, ബ്ലോഗൊന്നുമല്ല. അപ്പോൾ ഞാൻ ഒരു അത്താഴത്ത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള എൻ്റെ ഒരു ഫ്രീ ദിവസം, ഇന്ന് ഓർഡറൊന്നും ഇല്ലാത്തൊരു ദിവസത്തിനെ കാണിക്കുന്നത്. അപ്പോൾ അത്താഴത്തിന് എണിച്ചിട്ടായിട്ട് ഫസ്റ്റ് ഞാൻ ഇളം ചൂട് വെള്ളം കുടിക്കുക, 2 ഗ്ലാസ്. നമുക്ക് മെയിൻ വേണ്ടത് വെള്ളം. അതിന് ശേഷം പിന്നെ മൂത്ത മോനിക്കും എനിക്കും ബുൾസൈ, പിന്നെ ചെറിയ 2 മക്കൾക്ക് കായ് നെയ്യിൽ ചൊല്ലിയത്, പിന്നെ 2 ആൾക്ക് എനിക്കും ഒരു മോനിക്കും ഗ്രീൻ ടീ, മോക്ക് കോഫി, പിന്നെ മൂത്ത മോന് ഒരു ജ്യൂസാക്കി കുടിക്കുന്നത്. അങ്ങനെ എല്ലാം ആക്കിയിട്ട് കുടിച്ചിട്ട് പിന്നെ നിസ്കരിച്ച് ഓതി അങ്ങനെ എല്ലാം ആയിട്ട് ഇന്ന് കിടന്ന്, എന്തെങ്കിലും ഓർഡർ ഇല്ലല്ലോ. അപ്പോൾ ഒരു 8 മണി വരെ ഞാൻ കിടന്ന് എണിച്ചതിന് ശേഷം ഞാനിത് ഉന്നക്കായ്ക്ക് പണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പണ്ടെല്ലാം തീർന്ന് പെട്ടെന്ന് ഓർഡർ വന്നിട്ടാകുമ്പോൾ പിന്നെ പണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കും. അപ്പോൾ എന്തോ ആവില്ലല്ലോ, എന്തോ ആകുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ, അങ്ങനെ ആക്കിയിട്ട് വെക്കാൻ വിചാരിച്ച്. പിന്നെ ഇത് ഞാൻ ഇന്ന് മുത്താറി ആക്കാമെന്ന് വിചാരിച്ചു. മുത്താറിൻ്റെ ബിർണിയില്ലേ, പരിപ്പെല്ലാം ഇട്ടിട്ട് മുത്താറിൻ്റെ ബിർണി ബെല്ലം ഇട്ടിട്ട് ആക്കുന്നത്, പഞ്ചസാര ഇട്ടിട്ടല്ല ബെല്ലം ഇട്ടിട്ട് ആക്കുന്നത് ഇത്. അപ്പോൾ ഞാനിത് കുറച്ച് തന്നെ ആക്കിയത്, എന്തെല്ലെങ്കിൽ മക്ക തിന്നലില്ല, മക്കൾക്ക് വലിയ ഇഷ്ടമാകുന്നില്ല, നിർബന്ധിച്ചിട്ട് തിന്നിക്കണം നല്ലത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഇതാന്നേ ഇല്ല. അങ്ങനെ കുറേ ആക്കിയെങ്കിൽ പിന്നെ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാന്നതിന് ഞാൻ കുറച്ചാക്കിയത്. അങ്ങനെ ആക്കിയത് എല്ലാവർക്കും ഓരോരോ പാത്രം മാത്രം. പിന്നെ ഞാൻ അപ്പുറത്തെ നെയ്ബറിന് ഒരു പ്ലേറ്റ് ആക്കിയിട്ട് കൊടുത്തിന്. അങ്ങനെ കുറച്ചാക്കിയത്. ലാസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിന്, നല്ല പാങ്ങെല്ലാം കഴിച്ച്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പാത്രം ഉണ്ടായത് മോളും കഴിച്ചു. അല്ല ഇങ്ങനെ തന്നെ ആക്കിയാൽ തിന്നാന്ന് പറഞ്ഞു. പിന്നെ പണ്ടെല്ലാം അതിന് ശേഷം ഇത് കടല പൂങ്ങാൻ വെച്ചിന്, എന്തെങ്കിലും രാത്രി ഹമ്മൂസാക്കാൻ. അങ്ങനെ കടല പൊങ്ങിയിട്ട് ഹമ്മൂസാക്കി, ഇത് ബ്രോസ്റ്റഡിന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, മോന്തിക്കിത്. അതിൻ്റെ ഇടയിൽ വേറെ പണിയെല്ലാം കഴിഞ്ഞിന്, ക്ലീനിങ്ങും വാഷിങ്ങെല്ലാം കഴിഞ്ഞിന്. പിന്നെ ഇത് ഉള്ളി വജാക്കിയത് ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ആയിട്ട് ടേബിളെല്ലാം വെച്ചിട്ടുണ്ട്. വെള്ളം, പിന്നെ റൂഅബ്സ, സറോത്ത്, ഈത്തപ്പായം, പിന്നെ ഉള്ളി വെച്ച. ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞിനല്ലോ മുന്നേ, ഉള്ളി വെച്ച ഞാൻ ഒന്നിച്ചിട്ട് തിന്നാൻ സമ്മതിക്കല്ല. ഫ്രൂട്ട്സ് എല്ലാം തിന്നിട്ടായിട്ട് നോമ്പ് സ്കെച്ചിട്ടായിട്ട് എല്ലാം സ്നാക്സ് കൊടുക്കൽ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ വെച്ചിന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ബ്രോസ്റ്റഡ് ഫ്രൈ ആക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. തിരക്കിൽ കുറേയെല്ലാം വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഒരു സ്കെച്ചിട്ടായിട്ട് ഞാനിത് തിന്നും. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് തിന്നാലും പിന്നെ അത്താഴത്തിന് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് തിന്നും. പിന്നെ മക്കൾക്ക് പയ്യ മതി എന്ന് പറഞ്ഞു, ഒരു ഉള്ളിയജെല്ലാം തിന്നതുകൊണ്ട് കുബൂസ് മേങ്ങിയത് പിന്നെ ആമോസും ഇതാക്കിയിട്ട് തിന്നതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളിയാഴ്ച രാത്രിയെല്ലാം യാസീനെല്ലാം ഓതി കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന്. ഇല്ലെങ്കിൽ ഞാൻ നോമ്പ് തുറന്നിട്ടേറ്റും ഓർഡർ ഉണ്ടെങ്കിൽ 10 മണി വരെ പണിയായിരിക്കും, എന്നിട്ടായിട്ട് തറാവി സ്കെച്ചിട്ടായിട്ട് കിടക്കൽ. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് നിന്ന്, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന ആ റെസിപ്പി. അപ്പോൾ നാളെ നോക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.